ഇതാണ് പെരുന്നാട്ടിലെ കൊയ്ത്തുത്സവം. മലമുകളിൽ കൃഷി ചെയ്യുകയും 100 മേനി വിളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കൊയ്ത്ത് ആരംഭിക്കുകയാണ്. നമ്മോടൊപ്പം ആദ്യം ചേരുന്നത് ഈ കൃഷി ഇറക്കിയ കുടുംബാംഗങ്ങൾ തന്നെയാണ്. സന്തോഷമാണോ? അതെ, സന്തോഷമാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് അതിനുള്ള വിളവ് നൽകി. ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര ചൂട് സമയത്ത് ഇത്രയൊക്കെ എത്തിക്കാൻ ഞങ്ങൾക്ക് ഇത്രയും എത്തിച്ചതിൽ ഞങ്ങൾ വളരെ കൃതാർത്ഥരാണ്. പാറപ്പുറത്ത് വിത്ത് വിതച്ച് 100 മേനി കൊയ്തിരിക്കുക. അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പുതിയൊരു മാതൃകയാണ്, ആത്മവിശ്വാസമാണെന്ന്. അന്നത്തെ ഞങ്ങളുടെ ആ വിശ്വാസം ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ചു. ഞങ്ങളിത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തന്നെയുള്ള പ്ലാനിലാണ്. ഇവിടെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യണം. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കൃഷിഭവനിലെ സാറുമാർ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം മുന്നോട്ട് പോകാൻ പഞ്ചായത്തിൻ്റെയും പിന്തുണയുണ്ട്. അതായത് കൃഷി ഓഫീസറിനെ പറ്റി പറയാം. നമുക്ക് കൃഷി ഓഫീസറിലേക്ക് തന്നെ നേരെ പോവാം. കൃഷി ഓഫീസർ ഇവിടെ ഈ മലമുകളിലാണ് ഞാൻ പറഞ്ഞ പോലെ ഈ നെൽകൃഷി ഇവിടെ പതിവുള്ള കാര്യമല്ല. പക്ഷെ 100 മേനി ലഭിച്ചിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങളായി 50 വർഷത്തിലേറെയായി ഇവിടെ ഈ പെരുന്നാട്ടിൽ നെല്ല് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. അപ്പോൾ ആദ്യമായി ഇവർ ഇവിടെ ഇത് ചെയ്ത് അപ്പം നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ പാടായിരുന്നു. ഈ നില പരുവപ്പെടുത്തി എടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു ടാസ്ക് എന്ന് പറയാം. അത് ഇത്രയും കഷ്ടപ്പെട്ട് ഈ നെല്ലിനായി ഒരുക്കിയെടുത്ത് അതിൽ നല്ലൊരു വിളവ് ആണ് കിട്ടിയത്. ഇത് ഇവരുടെ ഈ കർഷകരുടെ രാധാമണി ചേച്ചിയും മോഹൻ ചേട്ടനും നല്ല രീതിയിലാണ് വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്ത് 100 മേനി വിളവ് എടുത്തിരിക്കുകയാണ്. ഫോൺ എടുക്കാൻ പറ്റുള്ളൂ, പറഞ്ഞ ഫോൺ എടുക്കാം. റാണി ശരിക്കും ക്ഷമിക്കണം, പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റ് PS മോഹനുണ്ട്. പ്രസിഡന്റ്, നമ്മൾ നെൽകൃഷി ഇറക്കിയപ്പോൾ ഒരുമിച്ച് കണ്ടിരുന്നു. അന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും ഒരു വിജയം? അതെ, ഞാറ് നടന്ന സന്ദർഭത്തിലും ഇവിടെ 100 മേനി വിളയിക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ ബാല്യകാലത്ത് ഈ മലയോര മേഖലയിൽ നെൽകൃഷി ഉണ്ടായിരുന്നു. ഒരു 50 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംരംഭം ആരംഭിക്കാൻ സുധാമണിയും മോഹനും അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വന്നത്. കൃഷി വകുപ്പ് എല്ലാവിധ പിന്തുണയും നൽകി. ഗ്രാമപഞ്ചായത്ത് അവരോടൊപ്പം ചേർന്നു. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന കൃഷി വകുപ്പിൻ്റെ സന്ദേശം നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഫലപ്രദമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് നൽകുന്ന പ്രചോദനം. അതായത് നെൽകൃഷിയുടെ കാര്യം പറയുമ്പോൾ ഈ പെരുന്നാടില്ലാത്ത മറ്റൊരു കൃഷിയോടെ കൊണ്ടിട്ടുണ്ട്, ചോളകൃഷി. അതിനെപ്പറ്റി മോഹനൻ ചേട്ടനോട് പറയട്ടെ, അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ചോളകൃഷി ഞങ്ങളുടെ ക്ഷീരവികസന വകുപ്പിൽ നിന്നാണ് അതിൻ്റെ വിത്ത് തന്നത്. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയൊന്നുമില്ല. ഞങ്ങൾക്കറിയില്ല ചോളം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും പരീക്ഷിച്ചു. അതും വിജയത്തിലാണ് വന്നത്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ജോലിക്കാരാണ് ഇതിനെ ഞങ്ങളെക്കാട്ടി കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ ജോലിക്കാരാണ് ചെയ്തത്. റാമും മംഗളും അവരുടെ ഫലമാണ് കൂടുതലും ഇത് 100 മേനി വിളയാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കിയത് അവരുടെ പ്രയത്നമാണ്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഈ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിനെ പറ്റി പറയുമ്പോൾ ഇവിടെ കൃഷി ഓഫീസൊക്കെ കൃഷി ചെയ്ത് വെള്ളരിയൊക്കെ അല്ലേ, കണിവെള്ളരിയൊക്കെ കൃഷി ചെയ്യും. ചീര അത് വിളവെടുത്തായിരുന്നോ? ചീരയൊക്കെ വിളവെടുത്തു. ചീരയെല്ലാം നല്ല രീതിയിൽ വിളവെടുത്തു. ഇപ്പോൾ ഒരുപാട് പേര് അത് കണ്ടിട്ട് പുതിയതായിട്ട് ചീര പച്ചക്കറികളൊക്കെ ചെയ്യാനായിട്ട് ഇത്രയും നാളും ഒന്നും ചെയ്യാതെ കിടന്ന പ്ലോട്ടുകളൊക്കെ വൃത്തിയാക്കി ആൾക്കാരിപ്പം കൃഷിയിലേക്ക് ഇറങ്ങുകയാണ്. അതായത് പെരുന്നാട് പഞ്ചായത്ത് കാർഷിക രംഗത്തൊരു പുതു മാതൃക സൃഷ്ടിക്കുകയാണ്. മോഹനൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമല്ല, പെരുന്നാട് പഞ്ചായത്ത് ആകെ കൃഷിയിലേക്ക് മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങളും കൃഷിയിലേക്കെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആപ്തവാക്യം പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. പെരുന്നാട്ടിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുർമനൊപ്പം സുജു ടി ബാബു, കൈരളി.